ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കോക്കനട്ട് ചിക്കൻ ഫ്രൈ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഒരു സ്പെഷ്യൽ ആയിട്ടാണ്, എല്ലാവരും കാണണേ. ഏകദേശം 1 കിലോളം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് ആദ്യം വേണ്ടത് ഒരു 10 വറ്റൽമുളക്. എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. ഞാൻ ഒരു 10 പീസ് വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂൺ മല്ലി, പച്ചമല്ലി, 2 വലിയ സ്പൂണാണ് എടുത്തത്. 1 സ്പൂൺ കുരുമുളക്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 3 പീസ് പട്ട, പിന്നെ ഒരു 5 പീസോളം ഗ്രാമ്പു, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി. ഏലക്കയായിട്ടും ചേർക്കാം, ഞാൻ പൊടിയാണ് ചേർത്തത്. എന്നിട്ട് ഇത് നല്ലവണ്ണം പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ ചൂടിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അധികം കരിഞ്ഞു പോകരുത്. അതിൻ്റെ കളർ മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. ഇനിയാണ് അടുത്ത ഭാഗം. അതായത് നമ്മൾ ചെയ്യുന്നത്, അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1.5 കപ്പോളം തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മസാല നമ്മൾ റെഡിയാക്കി. തേങ്ങ ഒരു ചെറിയൊരു കളർ മാറി വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 5 കാഷ്യൂ ആഡ് ചെയ്യുക. അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ. തേങ്ങയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മസാലക്കൂട്ട്, പിന്നെ നമ്മളിപ്പം ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ, ഇത് രണ്ടും ആഡ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ഒരു 3-4 തണ്ട് മല്ലിയില അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നല്ല പൊടിഞ്ഞ് കിട്ടും, നല്ലൊരു ലെവലിൽ പൊടിഞ്ഞ് കിട്ടും. നല്ലൊരു ഇതിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ഈ മസാല ആഡ് ചെയ്യുക, പൊടിച്ച മസാല. കൂടാതെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനം മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ചിക്കൻ ഈ മസാല പുരട്ടി വെക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. എന്നുവെച്ചാൽ കുറച്ചൊരു ഡ്രൈ പോലെ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചില്ലേ, ആ പൊടി ഒരു ഡ്രൈ പോലെയാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഇതേപോലെ ആവും. എന്നിട്ട് അതിനെ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അടുത്ത കലാപരിപാടി. ഇനി നമുക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ആ സവാള അതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക.
ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ മാറി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് എടുക്കാം. ഏകദേശം 2 മണിക്കൂറോളം ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചു, നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് മസാല. 2 മണിക്കൂർ വെച്ചാലേ മസാല പിടിക്കത്തുള്ളൂ. ഇനി ഈ ചിക്കൻ ഓരോന്നായി എടുത്ത് ഈ പാനിൽ സവാളയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങി. ഇതൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ചിക്കൻ ഫ്രൈ ആയി വരുമ്പം അത് ഒന്ന് മറിച്ചിടണം. അങ്ങനെ 2-3 തവണ മറിച്ചിട്ടാലേ അതൊന്ന് ശരിക്കൊന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ സവാളയുടെ മുകളിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചത്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ മറിച്ചിടേണ്ടി വരും. ഞാനൊരു 4 പ്രാവശ്യത്തോളം അതിനെ തിരിച്ചിട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുത്തത്. എല്ലാ പീസും വളരെ സൂക്ഷ്മതയോടെ അതിനെ മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കി എടുത്തു. അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ആർക്കും അറിയാത്തൊരു റെസിപ്പിയാണെന്ന് തോന്നുന്നു. അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കിയവരൊക്കെ, ഉണ്ടാക്കാൻ പോകുന്നവർ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം അത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഏകദേശം ഇതേപോലെ ഫ്രൈ ആയി വന്നു. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആ തേങ്ങയുടെയും ആ മസാലയുടെയും ടേസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബാച്ചിലേഴ്സിനൊക്കെ വീക്കെൻഡ്സിലൊക്കെ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാച്ചിലേഴ്സൊക്കെ. ഫ്രൈ ചെയ്യുമ്പോൾ ആ സവാള കൂടുതൽ കരിയാതെ നോക്കണേ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ച് ഇടുന്നത്. ആ സവാള മാക്സിമം മുകളിലേക്ക് എത്തിക്കാൻ നോക്കുക, മസാല ചിക്കൻ്റെ മുകളിലൊക്കെ പുരട്ടി വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്രൈ ആവത്തില്ല. ഉള്ളി കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറുമല്ലോ, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 4 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡിയായി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ തന്നെയാണ്. ആ തേങ്ങയുടെയും ആ മസാലയുടെയും ടേസ്റ്റൊക്കെ ഇല്ലേ, മല്ലിയിലയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, പെരുംജീരകവും അതൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെ. എല്ലാം ഒരളവിനനുസരിച്ചിട്ട് തന്നെ ചേർക്കണം. കൂടുതലൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മസാല കുത്തും. കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു കുത്തൽ വരും. എല്ലാം കറക്റ്റ് അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ചിക്കൻ ഫ്രൈ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും ഉണ്ടാക്കില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റി കോക്കനട്ട് ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക.
അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ പറയണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.